ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരി രാഹുലുമായിട്ട് വഴക്കുണ്ടാക്കി പുറത്തേക്ക് പോണു. അവിടെ ചെന്ന് വേറൊരു സാറിനെ ഈ മുടിനാരിയുടെ കാണിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടുകാരിയുടെയും മകളുടേതുമാണെന്നും അവർ തമ്മിൽ അമ്മയും മകളും ആണോ എന്ന് അറിയാനുമാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറച്ച് പൈസയും കൊടുത്തു. ഇനിയും എത്ര പൈസ വേണമെങ്കിലും തരാം, സാർ ഇതിൻ്റെ സത്യം ഒന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വർഷമായി ഈ കൂട്ടുകാരിക്കൊപ്പം ജീവിക്കുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ ഒരു 10-24 വർഷമായെന്ന് പറഞ്ഞു. ഓ, അത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഇനി സത്യങ്ങളൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ എന്നാ സാറ് ചോദിക്കണം. അല്ല, ആർക്കാ ശരിക്കും സംശയം? പെൺകുട്ടിക്കാണോ അതോ മേഡത്തിൻ്റെ ഫ്രണ്ടിനാണോ എന്ന് ചോദിച്ചപ്പം ഫ്രണ്ടിനാണ് സംശയം, മകൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോളെ അന്വേഷിച്ച് മറ്റാരെങ്കിലും വന്നായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ നമ്മുടെ ശാരി. അപ്പോൾ അത് മേഡം എന്തോന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ അവരുടെ മകളുടെ അവകാശമൊക്കെ പറഞ്ഞ് ചിലരെത്തിയിട്ടുണ്ട്, സത്യം അറിഞ്ഞിട്ട് വേണം അവരെയൊക്കെ കോടതിയിൽ കയറ്റാനെന്ന് പറഞ്ഞപ്പം ശരിയെന്ന് പറഞ്ഞു. എന്നാൽ ശരി, നമുക്ക് നാളെ കാണാം എന്നും പറഞ്ഞു. കൃത്യമായ മറുപടി നാളെ പറഞ്ഞിരിക്കും എന്നും പറഞ്ഞു. നമ്മുടെ ആ ചേട്ടൻ ഓക്കെ പറഞ്ഞു. ശാരി അവിടെ നിന്ന് പോരുന്നു. അമ്പലനടയിൽ വന്ന് നിന്ന് ഭയങ്കര കരച്ചിലും പ്രാർത്ഥനയാണ് ശാരി. എൻ്റെ മോൾ എൻ്റേത് മാത്രമാണ്, അങ്ങനെ തന്നെയാണ് എൻ്റെ വിശ്വാസം, ആ വിശ്വാസം നീ തെറ്റിക്കരുതേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് കിരണിനെയും കല്യാണിയെയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ശാരിയുടെ അരികിലേക്ക് വന്നു കേട്ടോ. ശാരിയാണ് ഇവരെ തുറച്ചു നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഇപ്പം അമ്പലത്തിൽ മിക്കപ്പോഴും വരുന്നുണ്ടല്ലോ എന്ന് കിരൺ അന്നേരം ചോദിച്ചു. അല്ലെങ്കിൽ ഇവിടെ കാണാറില്ലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് കല്യാണി. അമ്പലത്തിൻ്റെ അകത്ത് വെച്ച് ഒരു സംസാരം വേണ്ട, ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം നിൽക്കണമെന്നില്ലെന്ന് പറഞ്ഞു. ഏതായാലും കണ്ടതല്ലേടാ, സംസാരിച്ചിട്ട് പോകാം എന്ന് ശാരി കിരണിനോട്. അങ്ങനെ ശാരി അങ്ങോട്ടേക്ക് പോയി. ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഭഗവാന്റെ മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ചു. അതിനുശേഷം വഴിപാടുകളൊക്കെ നടത്തി. അപ്പോൾ കുറേ നാളായാലും ഇങ്ങോട്ട് കണ്ടിട്ടെന്ന് തിരുമേനി ചോദിച്ചപ്പോൾ ഭയങ്കര തിരക്കായിപ്പോയി. കല്യാണിക്ക് അവാർഡൊക്കെ കിട്ടിയത് അറിഞ്ഞായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അറിഞ്ഞെന്ന് തിരുമേനിയും പറഞ്ഞു. അപ്പോൾ നിന്ന് തിരിയാൻ സമയമില്ലെന്ന് കിരൺ പറയുമ്പോൾ എന്തായാലും മോള് മിക്ക ദിവസവും ഇവിടെ വരുന്നുണ്ട്, മോളുടെ അമ്മയും. എത്ര തിരക്കുണ്ടായാലും എനിക്ക് ദേവിയെ വിട്ടൊരു കളിയില്ല നമ്മുടെ കല്യാണി അന്നേരം പറഞ്ഞു. അങ്ങനെ പ്രസാദമൊക്കെ മേടിച്ച് രണ്ടുപേരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ താഴെ ആൻറ്റി നോക്കി നിൽക്കുക, അവരെ കാണണ്ടേന്ന് ചോദിച്ചു. അവരെ കാണാൻ എനിക്ക് വലിയ താല്പര്യമില്ലെന്ന് കിരൺ പറഞ്ഞപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാൻ കിരണേട്ടാ, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാലോ എന്ന് കല്യാണി പറയാം. ശരി, അങ്ങനെയെങ്കിലും അങ്ങനെ ആവട്ടെ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ സ്റ്റെപ്പിൽ നമ്മുടെ ശാരി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവരങ്ങ് ഇറങ്ങി ചെല്ലുന്നത്. ഇവരിങ്ങനെ കടിച്ച് തിന്നാൻ ഭാഗത്തിനാണ് ശാരി നോക്കുന്നത്. അപ്പം മോളുടെ കാര്യത്തിൽ ഇനിയും ഒരു തീർപ്പുണ്ടായില്ലേ എന്ന് ചോദിച്ചു കിരൺ. അപ്പം തീർപ്പ് ഉണ്ടാവുകടാ, എന്നിട്ട് വേണം നിൻ്റെയൊക്കെ നാടകം പൊളിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ പൊളിക്കുന്നതൊക്കെ കൊള്ളാം, സരയു നിങ്ങളുടെ മകളല്ലെന്ന് സത്യസന്ധമായൊരു അന്വേഷണം നടത്തിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും, അത് ഉറപ്പാണെന്ന് നമ്മുടെ കിരൺ വീണ്ടും പറയുന്നു. എന്നിട്ട് അത് മറച്ചുകൊണ്ട് അങ്കിളിൻ്റെ മുന്നിൽ പോയി സത്യങ്ങൾ വിളമ്പിയാൽ പിന്നതേ ഞാൻ പറഞ്ഞല്ലോ, സരയുവിൻ്റെ കാര്യത്തിൽ അതിനുശേഷം വിധി പറയുന്നത് കോടതിയായിരിക്കും എന്ന്. അത് കേട്ടപ്പോൾ ശാരി വീണ്ടും പേടിച്ചു. താരാൻറ്റി ഉറപ്പായിട്ടും കേസ് കൊടുക്കുമെന്ന് കല്യാണിയും പറയണം. പിന്നെ കോടതി തെളിയിച്ചോളും സരയു ആരുടെ മകളാണെന്ന്. അതിനു മുൻപ് ഞാൻ തെളിയിക്കുവിടാന്ന് നമ്മുടെ ശാരി. എന്നിട്ട് നിൻ്റെയൊക്കെ മുന്നിലേക്ക് ഞാൻ വരും, അത് കഴിഞ്ഞ് നിൻ്റെ അങ്കിളിനോട് പോയി സത്യങ്ങൾ ഞാൻ പറയും എന്ന് പറഞ്ഞപ്പോൾ ഇവർ ചിരിച്ചോണ്ട് തന്നെ നിൽപ്പുണ്ട്. അങ്ങേര് ഇത്രയും ദിവസം വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് അയാൾ അറിയട്ടെ എന്ന് പറഞ്ഞ് നിൻ്റെയൊക്കെ മനസ്സെന്താണെന്ന് അങ്ങേര് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ശാരി ഇവരെ വാശി പിടിപ്പിക്കുക. ഈ പന്തയത്തിൽ നിങ്ങളെ തോക്കൂ എന്ന് നമ്മുടെ കിരൺ അന്നേരം ധൈര്യമായിട്ട് പറഞ്ഞു. ഇപ്പം തന്നെ നിങ്ങൾ സത്യങ്ങൾ തിരിച്ചറിയേണ്ടതാണെന്ന് കിരൺ ഉറപ്പിച്ച് പറയണം. ചിലപ്പോൾ ഇവർ സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണും കിരണേട്ടാ എന്ന് കല്യാണി പറഞ്ഞപ്പം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ അറിഞ്ഞാലും നീയൊക്കെ പറയുന്നത് ദൈവത്തിന് നിരക്കാത്തതാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയാണ്. ഞാൻ പ്രസവിച്ച മോൾ എൻ്റെ മോളല്ല എന്നാണ് നീയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അതെ, നിങ്ങളൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു, ആ കുഞ്ഞ് അപ്പം തന്നെ മരിച്ചു എന്നുള്ള കാര്യം ദേ പറയുന്നു നമ്മുടെ കിരൺ. ആ നേരത്ത് നിങ്ങൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല, ആ സമയത്താണ് വേറൊരു കുഞ്ഞിനെ നിങ്ങളുടെ അരികിൽ കൊണ്ടുവന്ന് വെച്ചത്, അത് ഈ കുഞ്ഞായിരുന്നെന്ന് പറഞ്ഞപ്പോൾ ഓഹോ എത്ര നല്ല കഥ എന്നും പറഞ്ഞ് ശാരി ഇങ്ങനെ നിന്ന് പറയാട്ടോ. ഇവളായിരിക്കും ഈ കഥയൊക്കെ നിനക്ക് പറഞ്ഞു തരുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ കിരണിന് ദേഷ്യം വന്നു. ഇവൾക്കല്ലെങ്കിലും ബുദ്ധി കുറച്ച് കൂടുതലാണല്ലോ, 3ാം ക്ലാസ് വരെ പഠിച്ചവള് കോടതിയിൽ പോയി വാദിച്ച് ജയിച്ചില്ലേ. ഇന്ന് ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ച കുട്ടി അല്ലാന്ന് നമ്മുടെ കല്യാണി. ഇന്ന് നിങ്ങളുടെ മോളെക്കാളും എനിക്ക് അറിവുണ്ട് പല കാര്യത്തിലൊന്നും കല്യാണി പറയണം. ഇവിടൊക്കെ ശാരി ഇങ്ങനെ കട്ടിച്ച് നിൽക്കുക. ഇവരുടെ മോളോ? കല്യാണി താരാൻറ്റിയുടെ മോളെന്ന് പറ. അപ്പം നിർത്തറ എന്നും പറഞ്ഞതേ ഏത് താരാൻറ്റിയാണെന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, പക്ഷേ താരാൻറ്റി സംസാരിക്കില്ല. പക്ഷെ നിങ്ങൾ വളർത്തിയ ഗുണം കൊണ്ടാണ്
സാറി ഇങ്ങനെ ആയി പോയതെന്ന് പറയുന്ന സമയത്ത് അറിയാവിടാ, ഇവള് സംസാരിക്കാൻ തുടങ്ങിയതിൽ പിന്നെ നാക്കെടുത്ത് കള്ളമേ പറയുള്ളൂ എന്ന് എനിക്ക് അറിയാവിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി. അപ്പം കള്ളങ്ങൾ പറയുന്നത് നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരുമാണ്. പക്ഷേ എന്നാൽ അവർക്കൊന്നും സംസാരത്തിൻ്റെ ശബ്ദത്തിൻ്റെ മൂല്യം അറിയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്നാലേ ഇത്രയും കാലം സംസാരിക്കാതിരുന്ന എനിക്ക് അത് നന്നായിട്ട് അറിയാവുന്ന നമ്മുടെ കല്യാണി അന്നേരം പറയണം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇല്ല കഥകൾ പറഞ്ഞ് നടക്കാറില്ല, നടക്കുകയില്ല, കഥകൾ ഉണ്ടാക്കുകയും ഇല്ലെന്നും. പിന്നെ നിങ്ങൾ സത്യസന്ധമായിട്ടൊരു അന്വേഷണം നടത്തിയാൽ നിങ്ങൾക്കും അത് വ്യക്തമായി ആവുകയും ചെയ്യും. സരയും നിങ്ങളുടെ മകളല്ല എന്ന്. മറിച്ച് സംഭവിച്ചാൽ എന്തുണ്ടാകുമെന്ന് നിന്നോടിപ്പം പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞായിരുന്നു എന്ന് കല്യാണിയും പറഞ്ഞു. അത് ഞാനും സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയണം. സരയു നിങ്ങളുടെ മകളാണെന്ന് തെളിയിച്ചാൽ ഉറപ്പായിട്ടും ഞങ്ങൾ രണ്ടിടത്തായിരിക്കും എന്ന് കല്യാണി തറപ്പിച്ച് പറയുന്നു. ഇത് കേട്ടപ്പോൾ ശാരിക്കൊരു പേടി, ശാരിക്കൊരു ടെൻഷൻ. ശാരി ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരിക്കലും ഒന്നിച്ച് ജീവിക്കില്ല എന്നും പറയണം. ആ കാഴ്ച കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശാരി അവിടെ നിന്ന് പോയി. അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് ശാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കല്യാണി വേർപിരിയുമെന്ന് സംസാരിച്ചപ്പോൾ ഒരു വേദന പോലെയെന്ന് കിരണിനോട് പറയാം. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിച്ച് കിരണും കല്യാണിയും കൂടെ അവിടെ നിന്ന് പോരുക. ഈ സമയം പിന്നെ മക്കളെ രണ്ടുപേരും കൂടെ രൂപയെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ രൂപ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. രൂപയുടെ ഈ ടെൻഷനൊക്കെ കണ്ടപ്പോൾ മകൻ ചോദിച്ചു, അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കണതെന്ന്. അങ്കിളിനോട് അവരിത് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. മോൻ്റെ അച്ഛനും ഞാനും തമ്മിൽ ഒന്നിച്ചതിന് ശേഷം ഞങ്ങളത് നിങ്ങളെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. മോൻ്റെ അച്ഛൻ പലപ്പോഴും പറഞ്ഞു, മക്കൾ അറിഞ്ഞാൽ എന്താണ് കുഴപ്പമുണ്ടാവുക എന്ന്. ഞാനത് മനഃപൂർവ്വം മൂടി വെച്ചതാ. കാരണം അയാളെ നിങ്ങൾക്കൊന്നും അറിയില്ല. എല്ലാവരും ഒന്നിച്ചു എന്നറിഞ്ഞാൽ അയാൾക്ക് ഭ്രാന്ത് വരും. പിന്നെ അയാൾ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ അഭിനയിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതാണ് അവൻ്റെ ബലം. അതാണ് അവനിപ്പോൾ ഇങ്ങനെ പോകുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വേണം എല്ലാവരും മുന്നോട്ട് പോകാനെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഒരു കാരണവശാലും നമ്മൾ തമ്മിലുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് അവനറിയാൻ പാടില്ലെന്നുള്ള കാര്യം ഇങ്ങനെ രൂപ പറഞ്ഞു. ഇതേവരെ ആൻറ്റി അങ്കിളിനോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അമ്മ അറിഞ്ഞേനെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ നമ്മളെക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് മനോഹറിൻ്റെ കാര്യത്തിലാണെന്നുള്ള കാര്യങ്ങൾ കല്യാണി പറയുക. അതുകൊണ്ടാണ് മനോഹറിനെ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് കിരണേട്ടനെ കൊണ്ടുവരണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നത്. കല്യാണിമോളുടെ സ്ഥാനത്ത് അവളെ കൊണ്ടുവരാനാ അയാളുടെ ശ്രമം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതെനിക്ക് അറിയാവല്ലോ അമ്മേ. അവിടെയാണ് ബുദ്ധിരാക്ഷസനായ എൻ്റെ അങ്കിളിന് പിഴയ്ക്കുന്നതെന്നുള്ള കാര്യം കിരൺ അന്നേരം പറഞ്ഞു. ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരാത്തപ്പോൾ പോലും അതിനയാൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഭാര്യയായി വന്നതിന് ശേഷം, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായതിനു ശേഷം ഇവളെ വിട്ടു കളഞ്ഞിട്ട് അവളെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ കിരൺ അന്നേരം ചോദിക്കുന്നു. ഞാൻ മരിക്കുകയാണെങ്കിൽ അതിന് സാധ്യതയുണ്ടല്ലോ എന്ന് കല്യാണി അന്നേരം പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി, നീ സംസാരിക്കാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇവിടെ ആര് മരിച്ചാലും ആര് ജീവിച്ചാലും എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും സരയു കടന്നു വരില്ല എന്ന് കിരൺ തറപ്പിച്ചു പറയുക. എന്തായാലും ശാരിയെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ശാരിയെ നിങ്ങൾ വിലക്കണം എന്ന് നമ്മുടെ രൂപ പറഞ്ഞപ്പോൾ പറയേണ്ട രീതിയിലൊക്കെ ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൾ താരയുടെ മകളാണ് സരയു എന്ന് അറിയാവുന്ന ഒരുത്തനുണ്ട്, മനോഹർ. ഇനിയിപ്പോൾ ഒന്നും നടന്നില്ലെങ്കിൽ അവനെ കൊണ്ട് ഞാൻ പണി പറ്റിച്ചോളാം എന്നുള്ള കാര്യം നമ്മുടെ കിരൺ നേരം പറയും. അപ്പോൾ അമ്മയുടെ തീരുമാനം നമ്മുടെ ഈ നാടകം അങ്കിൾ അറിയരുത് എന്നുള്ളത് തന്നെയാണെന്ന് ചോദിച്ചപ്പോൾ അതെ, ഒരു കാരണവശാലും അവൻ അറിയരുത്. ഒരുപാട് ദുരന്തങ്ങൾ അയാൾക്ക് മുന്നിലുണ്ട്, അതെല്ലാം അയാൾ കാണണം. അതുകൊണ്ട് നമ്മൾ ഗ്യാലറിയിലിരുന്ന് കളി കണ്ടാൽ മാത്രം മതി, ഒരിക്കലും ഇറങ്ങി കളിക്കണ്ട എന്നും പറഞ്ഞു നമ്മുടെ രൂപ. ജീവിതത്തിൽ ആദ്യമായിട്ട് അവരറിയാൻ പോവുക ഇത്രയും കാലം താലോലിച്ച മകൾ സ്വന്തം മോളല്ല എന്ന്. അപ്പോൾ അതറിഞ്ഞു കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോലും സാധ്യതയുണ്ട്, അതൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പോണു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോണു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിനെയും അതുപോലെ തന്നെ ആ പുതിയതായിട്ട് കെട്ടാൻ പോണ പെണ്ണിനെയാണ്. എന്തായാലും വളരെ ആദർശികമായിട്ട് നിഷയെ കണ്ടത് നന്നായി എന്ന് പറയുന്നു നമ്മുടെ ആശാൻ. പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് വീടും ഇഷ്ടപ്പെട്ടു, വീട്ടുകാരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ പ്രേമിക്കുമ്പോഴും അന്തസ്സുള്ളവരെ പ്രേമിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചേച്ചിപ്പെണ്ണ് പറയണു. അതുകൊണ്ട് ഇപ്പം എന്താ, ഭർത്താവില്ലാതെ എവിടെയോ ജീവിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ പ്രേമിച്ചാളെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് പഴയ ആ ഒരു വൈരാഗ്യമൊന്നും വേണ്ട മോളൂ. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്തു കൊടുക്കണമെങ്കിൽ കൊടുക്കണം. നിങ്ങൾ 2 മക്കളല്ലേ, അപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും സ്വത്തിൻ്റെ ഒരു ഷെയർ ആ കുട്ടിക്ക് അവകാശപ്പെട്ടതല്ലേ എന്ന് ചോദിക്കണം. അതങ്ങ് കൊടുത്തേക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചിൽ ചവിട്ടിയിട്ട് അവൾ പോയത്, എൻ്റെ കുടുംബത്തിന് മുഴുവൻ അപമാനം ഉണ്ടാക്കിയിട്ട് അവൾ പോയത്.
അങ്ങനെയുള്ളവൾക്ക് എന്തിനാ ഷെയർ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അയ്യോ, ഷെയർ വേണമെന്നും പറഞ്ഞ് അവൾ കോടതിയിൽ പോയ പ്രശ്നം കേട്ടോ. നാണമുള്ളവൻ ആണെങ്കിൽ അവൾ അങ്ങനെ പോകില്ലെന്നൊക്കെ ഇവർ തമ്മിൽ പറയുന്നു. ഒരുപാട് സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ പകുതി കൊടുക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. നമുക്കാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് വേണ്ടത് നിഷയാണ്, അല്ലാതെ സ്വത്തൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ്. അയ്യോ, നിഷയ്ക്കാണെങ്കിൽ ഭയങ്കര സ്നേഹം. പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കോടികളുള്ള സ്വത്ത് വേറെ ആർക്ക് കൊടുക്കാനാണെന്ന് ചോദിച്ചപ്പോൾ അയ്യോ, കോടികളുണ്ടെന്ന് ഉറപ്പായി എന്ന് മനു മനസ്സിൽ ഇങ്ങനെ പറയണു. അല്ല, എനിക്കിതിലൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് ആ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാനൊന്നും ചോദിക്കാതിരുന്നത് എന്ന് പറയുന്നു മനു. അന്ന് നിഷയുടെ അച്ഛൻ എന്നോട് ചോദിച്ചിരുന്നു കൊടുക്കൽ വാങ്ങലിനെ പറ്റിയൊക്കെ. എനിക്ക് ഒരു കാര്യം മാത്രം നന്നായാൽ മതി, എൻ്റെ പെണ്ണ്, അല്ലാതെ ഒരു മോഹവും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടു. ഒരു 10-25 ലക്ഷം രൂപ റോണിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരണമെന്ന്. അതെന്തിനാ? കല്യാണ ചെലവാക്കില്ല, അതൊക്കെ നടത്തണ്ടേ എന്ന് ചോദിച്ചപ്പം എന്നെ എന്താ കൊച്ചാക്കുകയാണോ എന്ന് ചോദിച്ചു ചേട്ടൻ. അത് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു രീതിയാണ്, അതുകൊണ്ട് മറുത്തൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. എന്തായാലും അവർ രണ്ടുപേരും കൂടെ സെറ്റായി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് സരയുവിൻ്റെ കോൾ വന്നു മനുവിൻ്റെ കോളിലേക്ക്. അപ്പോഴേക്ക് ശല്യം, അവൾക്ക് വിളിക്കാൻ കണ്ടൊരു സമയം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ആരാ വിളിച്ചത്? ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ ഞാൻ ഈ കേരളത്തിൽ വന്നു കഴിഞ്ഞാലേ ഞങ്ങളുടെ കമ്പനി കയറാൻ വേണ്ടി ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്, കൂടുതലും പെൺകുട്ടികളാ എന്നൊക്കെ പറഞ്ഞു. മുമ്പൊക്കെ വിദേശത്തേക്ക് പോകാൻ പെൺകുട്ടികൾക്ക് മടിയായിരുന്നു, ഇപ്പോൾ നമ്മുടെ നാട് മടിയാ, അവർക്ക് വിദേശം മതിയെന്നൊക്കെ പറഞ്ഞു. എനിക്ക് നാട് തന്നെ ഇഷ്ടം, വിദേശത്തേക്കൊന്നും പോവണ്ടെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെ പറയരുത്, ഇനിയിപ്പോൾ റോഹൻ ഇഷ്ടം കൂടുതലാണെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറയരുത്, അച്ഛനും അമ്മയും ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് സാരമില്ല, പോകുമ്പോൾ നമുക്ക് അച്ഛനെയും അമ്മയെയും കൂടെ കൊണ്ടുപോകാമെന്നൊക്കെയുള്ള ഡയലോഗാണ്. എല്ലാം വിറ്റ് ബാങ്കിലിടണം, പിന്നെ വെറുതെ വീട് ഇവിടെ ഇട്ട് പൂപ്പൽ പിടിപ്പിച്ച് പ്രേതാലയമാക്കാതെ ആർക്കെങ്കിലൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു. അത് മരുമോൻ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അയ്യോ ഞാനതൊന്നും പറയില്ല, നിഷ തന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ നിഷക്കുട്ടിയെ കയ്യിലാക്കിക്കൊണ്ട് റോഹൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതേ നമ്മുടെ സരയു അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് അമ്മ അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് കയറി വരിക. മനസ്സ് കലങ്ങി മറിഞ്ഞാണ് കയറി വരുന്നത്. മകളെ കണ്ടപ്പോഴേക്കും ചിരിയൊന്നുമില്ല, പക്ഷെ ഉണ്ടാക്കി ചിരിച്ചുകൊണ്ട് കയറി ചെല്ലുക. അപ്പോൾ ചന്ദനമൊക്കെ മകളെ തൊടിയിച്ച് അമ്മ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അമ്മ ഇത് എങ്ങോട്ടാണ് ഓടുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ ഓട്ടത്തിന് ഉടനെ തന്നെ ഒരു അവസാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു ശാരി. അതെന്താണെന്നൊന്ന് പറഞ്ഞുകൂടെയെന്ന് ചോദിച്ചു മകള്. അമ്മയുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്വഭാവം എന്നെ വല്ലാണ്ട് അസ്വസ്ഥയാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മോള് പറയണം. അച്ഛൻ എന്നോട് വെറുപ്പോടെ സംസാരിക്കുമ്പോൾ അമ്മ എന്നെ കൂടുതൽ സ്നേഹിക്കുകയാ എന്നും പറഞ്ഞുകൊണ്ട് ദേ സരയും. നമുക്ക് 2 പേർക്കും എന്തോ സാരമായ തകരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെ മോളെ ശരിയാ, ഇനി എൻ്റെ സമനില തെറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ നമ്മുടെ ശാരി അന്നേരം പറഞ്ഞേ. അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണോ അമ്മയുടെ ഈ വിഷമത്തിന് കാരണം എന്ന് മോള് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അച്ഛൻ തന്നെയാ എല്ലാത്തിനും കാരണം എന്നും പിന്നെ അതിനി പാടി നടന്നിട്ട് കാര്യമില്ലല്ലോ മോളെന്നും പറഞ്ഞ് അയാൾ മൊത്തത്തിൽ നമ്മളെ ചതിച്ച് കളഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ശാരി ചോദിക്കുക. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മുടെ സരി ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.